ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് യാത്രേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാവോസിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള വാങ് വിയനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ന്യൂ ഇയർ ആണ്. നമ്മുടെ വിഷു പോലെ, മലയാളികളുടെ വിഷു പോലെ ഇവരുടെ ന്യൂ ഇയറും വരുന്നത് ഈ സമയത്താണ്. ഇന്നാണ് അതിൻ്റെ ആ ആഘോഷങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ ഒരു ഫെസ്റ്റിവലിന് വേറൊരു പേരാണ് പറയുന്നത്. തായ്ലൻഡിലാണെങ്കിലും ഇതിന് പറയുന്ന പേര് സോങ്ക്രാൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല. ഞാൻ വായിച്ചായിരുന്നു, പക്ഷേ എനിക്കത് ഓർമ്മയില്ല. അത് ഞാനിവിടെ സൈഡിൽ എഴുതി കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ എത്രത്തോളം അതിൻ്റെ ആ ഒരു ആഘോഷമുണ്ട്, നമ്മൾ തായ്ലൻഡിൽ കണ്ട പോലുള്ള ആ ഒരു വൈബാണ് ഇവിടെ കാര്യങ്ങളെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ ദേഹത്തെ നമ്മൾ പുറത്ത് മഗ്ഗിലൊക്കെ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്ന ആ ഒരു സംഭവമാണിത് മെയിൻലി. പിന്നെ മുഖത്ത് ചന്ദനമൊക്കെ തേച്ച് തരും. അപ്പോൾ ഞാൻ മൈക്ക് എടുക്കുന്നില്ല. മൈക്ക് എടുക്കാത്തത് കൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ടാകും. കാരണം വെള്ളമൊക്കെ വീണിട്ട് ഈ മൈക്ക് കേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് എടുക്കാത്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഹോസ്റ്റൽ റൂമിലാണ്. ഇവിടുന്ന് നമ്മൾ ഈ ഹോസ്റ്റലിന് എനിക്ക് 2300 രൂപയാണ് കേട്ടോ ഒരു നൈറ്റിനുള്ള എക്സ്പെൻസ് വന്നത്. അപ്പോൾ നമ്മളിവിടെ നേരെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുവാണ്. നമുക്ക് എന്താണ് ഇവിടുത്തെ സോങ്ക്രാൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നേരിട്ട് തന്നെ കണ്ടറിയാം. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ നിന്നിട്ട് അവർ ഈ നിറയെ വെള്ളമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നിട്ട് ഈ പോകുന്ന വണ്ടികളിൽ, ടൂ വീലറിലൊക്കെ പോകുന്നവരുടെ പുറത്തൂടെ വെള്ളവും ഈ എന്താ പറയുക ചന്ദനമൊക്കെ വാരി പൂശുകയാണ് കേട്ടോ. റോഡിലെല്ലാം ഇവിടെ വെള്ളമുണ്ട്. ചിലർ ഈ ടുക്ക് പോലത്തെ സാധനങ്ങളിലൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നവരും ഈ വണ്ടിയിലിരിക്കുന്നവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു വാട്ടർ വാർ എന്ന് നമുക്ക് പറയാമല്ലോ, വെള്ള യുദ്ധം തന്നെ നടക്കാറുണ്ട്. ഒരു സൈഡിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടി ഈ പോകുന്നവരുടെ പുറത്തൂടെയൊക്കെ വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നുണ്ട്. ചിലർ ഇരുന്ന് ബിയർ കുടിക്കുന്നുണ്ട്. ഫുൾ ആഘോഷമാണ്. ഓസിലെ തന്നെ അധികം ബഹളമൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു സ്ഥലമാണ് ഈ വാങ് വിയാൻ എന്ന് പറയുന്നത്. അവിടെ തന്നെ അവരുടെ ആ ഒരു ന്യൂ ഇയർ ആഘോഷം റോ ഫോമിൽ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നാൽ മതി. ഇപ്പോൾ തായ്ലൻഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഭയങ്കര ടൂറിസ്റ്റൊക്കെ, അത് കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളും ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ സോങ്ക്രാൻ ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള 1-2 മെയിൻ സ്ട്രീറ്റുകളിൽ മാത്രമേ ഉള്ളൂ. ഒരു 14, 15, 16 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് ഈ കൂടുതലും നിൽക്കുന്നത്. ഒരു മുറി അല്ലെങ്കിൽ അവരുടെ വീട് എൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ടാർപ്പയൊക്കെ കെട്ടിയിട്ട് അവിടെ ഈ ബിയറും വലിയ ബോക്സിൽ പാട്ടും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നിന്ന് ആഘോഷിക്കുകയാണ്. ലൈറ്റും ഡിസ്കോ ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ആഘോഷിക്കുകയാണ്. അങ്ങനെയാണ് അവരവരുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. തായ്ലൻഡിൽ മറ്റൊരു വൈബാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ പോവാണ്. എനിക്ക് ചെറിയ ഒരു ആക്രമണമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം കോരി ഒഴിച്ചതേ ഉള്ളൂ. വലുതായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ഫുൾ ആഘോഷമാണ്. ഞാൻ കാണിച്ചു തരാം. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും ഒന്ന് തോന്നുന്നു. കാരണം പലതും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഫുള്ളൊരു പാർട്ടി വൈബാണ്. ബിയർ, ക്യാൻ ബിയർ മറ്റേ കാർട്ടണായിട്ടൊക്കെയാണ് ഇവിടെ ഒരു വാഞ്ച് വെച്ചേക്കുന്നത്. ബിയർ ലാബ് എന്ന് പറഞ്ഞ് ഇവരുടെ നാഷണൽ ബിയർ എന്ന് വേണമെങ്കിൽ പറയാം. അത് വച്ചിട്ടാണ് ഇവിടെ അപ്പോൾ എൻ്റെ മുഖത്ത് ചന്ദനം തേച്ചിട്ടുണ്ട്. ഇനി ഇതാണ് സിമ്പൽ. ഓക്കെ, ഇവൻ സോങ്ക്രാൻ ആഘോഷിക്കാനായിട്ട് ഇവന് വിരോധമൊന്നുമില്ല, ഇവൻ റെഡിയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഒരു ചന്ദനം എന്ന് പറയുന്നത്. റോഡിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ചില ഷോപ്പുകളുടെയും വീടുകളുടെയും മുമ്പിലായിട്ട് ഈ പറഞ്ഞ സാധനമൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുകയാണ്. ചിലർ ഹോസൊക്കെ വെച്ചിട്ടൊക്കെയാണ്, ഹോസ് പൈപ്പിൽ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് വെള്ളം കോരി ഒഴിക്കുന്നത്. പോകുന്ന വണ്ടികളുടെയും ടൂ വീലറുകളുടെയൊക്കെ പുറത്ത്, നടന്നു പോകുന്നവരുടെ പുറത്ത്.
ലോട്ടറി കച്ചവടക്കാരനാണ്. പുള്ളിയുടെ കയ്യിൽ നമ്മുടെ ഈ ഇഡലി പാത്രം പോലൊരു സാധനമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മോമോസ് ആയിരിക്കണം സംഭവം. അപ്പോൾ ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കാൻ. ഇവിടെയും നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയൊക്കെ പോലെ UPI പേയ്മെൻ്റ് ആണ് കേട്ടോ ഫുള്ള്. ഷോപ്പുകളൊക്കെ ഇപ്പോഴും തുറന്നിരിപ്പുണ്ട്, ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പുകൾ. ഇതൊന്നും വലിയ വിലയൊന്നും ഉണ്ടായിരിക്കത്തില്ല, കമ്പാരിറ്റീവ്ലി ചീപ്പായിരിക്കും. ഇവിടെ വേറൊരു ടീമുണ്ട്, കൂടുതലും യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 വയസ്സായ പിള്ളേരൊക്കെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ചെറിയൊരു സൂപ്പർമാനോ സ്പൈഡർമാനോ പോലെ എന്തോ ഒരു പുള്ളിക്കാരൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാൻ വിയങ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുവഴി നടന്നാണ് ഞാൻ വന്നത്. അപ്പം കുറച്ചൊക്കെ എനിക്കിത് പകൽ വെളിച്ചത്തിലും കാണാൻ പറ്റി. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് അവരിന്ന് എന്താ പറയുക, നമ്മുടെ കലാശക്കൊട്ടെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ മ്യൂസിക്കൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എങ്കിൽ ഞാൻ കുറച്ചൊക്കെ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പോട്ട് കോപ്പിറൈറ്റ് വന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്കിതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പോട്ടേന്ന് വയ്ക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ തായ്ലാൻഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും എല്ലാ വീടുകളുടെ മുമ്പിൽ ആൾക്കാർ കാണാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച്. ഇവിടെ ആകുമ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമാണ്, കുറച്ച് ഗ്യാപ്പിട്ടൊക്കെയാണ് സംഭവം. മെയിൻലി യങ്സ്റ്റേഴ്സ്, ഒരു 13-15 വയസ്സായ കുട്ടികളൊക്കെയാണ് ഈ ബിയർ അടിച്ച് ഇമാതിരി സംഭവങ്ങൾ ആഘോഷിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ലാവോസ് നൈറ്റ് ലൈഫും സോങ്ക്രാൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇവിടെ ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ, ഒരു വൈകുന്നേരം തട്ടുകട, സായാഹ്ന തട്ടുകട എന്ന് നമുക്ക് പറയാം. അങ്ങനൊരു സംഭവമാണ്. ബാർബക്യൂ ഒക്കെ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. ഡാൻസോട് ഡാൻസ്, ഭയങ്കര ഡാൻസ്. വരുന്ന ബൈക്കുകാരൻ്റെ പുറത്ത് ഒഴിക്കുകയാണ്. ഒഴിച്ചു ഭീകരമായ അറ്റാക്കായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ച് ആകെ അലിമ്പാക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണ് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് കേട്ടോ. പൂർണ്ണമായിട്ട് കുളിപ്പിക്കുന്ന പോലെയാണ് നനച്ചത്. ഇതെൻ്റെ പുറകെ കൂടെ ഉള്ള ഒരു അറ്റാക്കായിരുന്നേ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് ഈ സൈഡിൽ ഒരു ഹെയർ സലൂണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ടേബിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഫോണൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക, ഇല്ലെങ്കിൽ ആകെ നനഞ്ഞ് കുളവും. പാസ്പോർട്ട് നനയുമെന്നാണ് എൻ്റെ വേറൊരു പേടി. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാം ആക്രമിക്കുക, അതാണ് ഒരു പ്രശ്നം. ഓക്കെ, എന്തായാലും കൊള്ളാം, നല്ലൊരു വൈബുണ്ട്. ഇവരുടെ സോങ്ക്രാൻ എങ്ങനെയുണ്ട്, എത്രത്തോളം ആ ഒരു വൈബുണ്ട്, എൻജോയ്മെൻ്റ് ഉണ്ടെന്ന് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറത്ത് വെള്ളമൊക്കെ കോരി ഒഴിച്ച് മുഖത്ത് ചന്ദനമൊക്കെ തേച്ച് തന്നെ കേട്ടോ. നല്ല രസമാണ്. നമ്മൾ അതിൽ വേറെ വിരോധമൊന്നുമില്ല. ഇതൊക്കെ കാണാനാണല്ലോ നമ്മൾ വന്നേക്കുന്നത്. ഇതൊരു ഓറഞ്ച് ഷോപ്പാണ് കേട്ടോ. അത് വേറൊരു ടീമാണ് കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കയറി നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അവരുടെ ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ ഫ്രൈഡ് മിക്സഡ് വെജിറ്റബിൾസ്, ചൈനീസ് നൂഡിൽസ്, ഷ്രിമ്പ്, ഫിഷ്, പോർക്ക്, അതുള്ള സാധനങ്ങളൊക്കെയാണുള്ളത്. ഫ്രൈഡ് ചിക്കൻ വിങ്സ്, ഹാവ്സായി, ബോയിൽഡ് ചിക്കൻ, പട്ടായി, അതുള്ള സാധനങ്ങളൊക്കെയാണുള്ളത്. ഇവിടെ നോൺ വെജുകാർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ പ്രശ്നമാണ്. പോർക്കും ഒക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ ഫിഷുണ്ട്. ചിക്കനും സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡ് പോവാം. ഇനി നമുക്ക് വന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാം. നിങ്ങൾക്ക് ഈ ഇരുട്ടത്ത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാത്രി ക്യാമറയായിട്ട് ഇറങ്ങിയത്.
പ്രത്യേക അടിച്ച് പാമ്പായിട്ടുള്ള നൃത്തമായിട്ടാണ് എനിക്കത് തോന്നിയത്. ബിയറാണ് കേട്ടോ കൂടുതലും. ഹോട്ട് അങ്ങനെ ആരും യൂസ് ചെയ്യുന്ന കണ്ടില്ല. കൂടുതലും ബിയർ ലാഭം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു നാഷണൽ ബിയർ തന്നെയാണ് ഇവിടെ ഇവരെല്ലാവരും കുടിക്കുന്നതായിട്ട് കണ്ടത്. അതെ, വെള്ളമൊക്കെ അടിച്ച് ക്ഷീണിച്ച് തളർന്ന ഒരു ടീമാണ്. ഇതൊരു എന്താണെന്നറിയില്ല, ബാറോ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നില്ല. ബാറ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് എന്ത് വലിയ ലോറിയൊന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ചൈനയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതും ചൈനയിലോട്ട് പോകുന്നതൊക്കെ ആയിട്ടുള്ള വണ്ടികളാണെന്ന് തോന്നുന്നു. ഇവരും ചൈനയായിട്ട് നല്ല ടേംസിലാണ്. ചൈന മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഡെവലപ്മെൻറ്റിനെല്ലാം കോൺട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഒരു അരിമ കുഞ്ഞാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമ്മാതിരിയാണ് ഇവിടെ അവരുമായിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ലോറി, വലിയ ലോറിയാണ്. ഫുള്ള് ചരക്ക് നിറച്ച് പോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധാരണ ഈ പലവ്യഞ്ജന കടകളൊക്കെ ഇല്ലേ, അതുപോലുള്ള സംഭവങ്ങളിലെല്ലാം ഈ പറഞ്ഞ ലാവോ ബിയർ എന്ന് പറയുന്ന സാധനം കിട്ടും കേട്ടോ. ഈ ഒരു കേസ് കണക്കിനാണ് അവർ അടുക്കി വച്ചേക്കുന്നത്. ഇന്നിപ്പം അവർ എല്ലാവരും നല്ല കച്ചവടമാണ്. കാരണം എല്ലാവരുടെ കയ്യിൽ ഈ സാധനമാണുള്ളത്. ചെറിയ പിള്ളേരുടെ കയ്യിൽ വരെ അവർ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരു ഷോപ്പ് നിങ്ങളെ കാണിക്കാം. ഷോപ്പാണ്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ഷോപ്പുണ്ട്. അവിടെയും ബിയർ തന്നെയാണ് സംഭവം, മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ആ ഇറങ്ങിയ സ്ഥലത്ത് കുറച്ചുകൂടെ ബാക്കിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റി സെൻറ്ററിൽ വരണമെങ്കിൽ ഇതുപോലുള്ള പച്ച കളർ ആ പോകുന്ന പോലത്തെ ബസ്സുണ്ട്, ചെറിയ വാനുണ്ട്. അതിൽ കയറി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരാം. ഞാൻ എന്തായാലും എൻ്റെ ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് ഞാൻ നടക്കുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് ലാവോസിലെ ന്യൂ ഇയർ രാത്രിയിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല, നിങ്ങളൊരു ലാവോസ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടുത്ത ന്യൂ ഇയറിന് ആയിക്കോട്ടെ.